പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അഥവാ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് അല്ലെങ്കിൽ അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പാർട്ടിൻ്റെ റിസൾട്ട് അഥവാ ആ അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ആണ് എന്ന് നമ്മൾ കണ്ടു. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതും ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നതും എങ്ങനെയാണെന്ന് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൂടി ഉൾപ്പെട്ട എക്സാമ്പിൾസ് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ അടുത്ത ക്ലാസ്സുകളിൽ മനസ്സിലാക്കാൻ പോകുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ പ്രോഫിറ്റുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടി ഒരു ചെറിയ ചർച്ച നടത്തേണ്ടതുണ്ട്. നമ്മൾ ഇന്നത്തെ ക്ലാസ് കോൺസെപ്റ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗ്രോസ് പ്രോഫിറ്റ് എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ, അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്, അതുകൂടാതെ നമ്മൾ കണ്ട നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, ആദ്യം ഗ്രോസ് പ്രോഫിറ്റ് എന്താണ് എന്ന് നോക്കാം. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ബേസിക് ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലം എന്താണോ അതാണ് ഗ്രോസ് പ്രോഫിറ്റ്. ബേസിക് ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ആണ്. ദാറ്റ് മീൻസ് ദ ബേസിക് ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് ഇൻവോൾവ്സ് ദ മാനുഫാക്ചറിങ്, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ്. അടിസ്ഥാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു ബിസിനസ്സിൻ്റെ അടിസ്ഥാന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. നമ്മൾ ബിസിനസ് സ്റ്റഡീസിലും അക്കൗണ്ടിങ്ങിലും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രവർത്തനങ്ങൾ, ആ ബിസിനസ് കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, ആ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ വിൽപ്പന നടത്തുന്നു, അതിൽ നിന്നുള്ള പ്രോഫിറ്റ് എന്താണോ അതാണ് ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതൊരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ ആണെങ്കിൽ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് ആവാം, അല്ലെങ്കിൽ ട്രേഡിംഗ് ഓർഗനൈസേഷൻ ആണെങ്കിൽ പർച്ചേസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആവാം. ചില പ്രോഡക്റ്റുകൾ വാങ്ങി ആ പ്രോഡക്റ്റുകൾ വിൽക്കുന്ന ആക്ടിവിറ്റി, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് വാങ്ങി അതുപയോഗിച്ച് ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കി അത് വിൽക്കുന്ന ആക്ടിവിറ്റി. അതിനെയാണ് നമ്മൾ ബേസിക് ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബേസിക് ട്രേഡിംഗ് ആക്ടിവിറ്റീസിൽ നിന്ന്, ബേസിക് ഓപ്പറേഷണൽ ആക്ടിവിറ്റീസിൽ നിന്ന് സ്ഥാപനം എന്ത് നേട്ടം ഉണ്ടാക്കി, അല്ലെങ്കിൽ എന്ത് കോട്ടം, എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ എത്ര ലോസ് ഉണ്ടാക്കി, അതാണ് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ്. അപ്പോൾ പർച്ചേസ് ഓഫ് ഗുഡ്സ്, സെയിൽ ഓഫ് ഗുഡ്സ്. അപ്പോൾ പർച്ചേസ് ഓഫ് ഗുഡ്സ് എടുക്കുമ്പോൾ ആ പർച്ചേസുമായി ഡയറക്റ്റ് കണക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ കൂടി ആ പർച്ചേസ് എക്സ്പെൻസിനോട് കൂടി ആഡ് ചെയ്യണം. അഥവാ പർച്ചേസ് ഓഫ് ഗുഡ്സ്, സാധനങ്ങൾ വാങ്ങി, ഗുഡ്സ് വാങ്ങിയ സമയത്ത് ആ ഗുഡ്സ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെലവ് വന്ന ഫ്രൈറ്റ് അല്ലെങ്കിൽ ചരക്ക് കടത്ത് കൂലി, അതിനെ നമ്മൾ ക്യാരേജ് ഇൻവേർഡ്സ് എന്ന് പറയും. അഥവാ അതൊരു ഡയറക്റ്റ് എക്സ്പെൻസാണ് അല്ലേ, അതുകൂടി പർച്ചേസിനോട് കൂടി ആഡ് ചെയ്യണം. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. അതുപോലെ ആ ഗുഡ്സ് കൊണ്ടുവരാൻ, അത് ഇറക്കാൻ, അതുപോലെ അതിനു വേണ്ടി വന്ന ഡയറക്റ്റ് വേജസ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സുമായി ബന്ധപ്പെട്ട് ആ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ അവിടുത്തെ എംപ്ലോയീസിന് വേജസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഡയറക്റ്റ് എക്സ്പെൻസസിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ആ ഡയറക്റ്റ് എക്സ്പെൻസ് കൂടി പർച്ചേസിനോട് ആഡ് ചെയ്ത് സെയിലുമായി കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ അതാണ് ചെയ്യുന്നത്. ആ ട്രേഡിംഗ് അക്കൗണ്ടിൽ ചെയ്യുന്ന അതേ സംഭവം, ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ക്യാൻ ബി ഷോൺ ഇൻ ദ ഫോം ഓഫ് ആൻ ഇക്വേഷൻ. നമ്മളതൊരു ഇക്വേഷനായി പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺസ്. ഒരു വർഷം വിറ്റ സാധനങ്ങളുടെ ടോട്ടൽ മൈനസ് ആ വർഷം വിറ്റ സാധനങ്ങൾ തിരിച്ചു വന്നത്, സെയിൽസ് റിട്ടേൺസ്, അത് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നെറ്റ് സെയിൽസ് ഈക്വൽ ടു
sales minus sales returns. Cost of goods sold equal to opening stock plus net purchases plus direct expenses minus closing stock. Then net purchases equal to purchases minus purchase returns. നമുക്കൊരു എക്സാമ്പിൾ ചെയ്തുകൊണ്ട് ഈ ഗ്രോസ് പ്രോഫിറ്റ് കൺസെപ്റ്റ് ഈ ഇക്വേഷൻ വഴി ഒന്ന് മനസ്സിലാക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ഗ്രോസ് പ്രോഫിറ്റ്. ഓപ്പണിംഗ് സ്റ്റോക്ക് 16,000, പർച്ചേസസ് 40,000, പർച്ചേസ് റിട്ടേൺസ് 1,500, ഡയറക്റ്റ് എക്സ്പെൻസസ് 3,000, സെയിൽസ് 78,000, സെയിൽസ് റിട്ടേൺസ് 2,400 ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് 13,000. ഗ്രോസ് പ്രോഫിറ്റ് ആണ് കാണേണ്ടത്. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക് ട്രേഡിംഗ് ആക്ടിവിറ്റീസിൻ്റെ റിസൾട്ടാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡയറക്റ്റ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്. എക്സ്പെൻസുകൾ വേജസ് ക്യാരേജ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാതെ ഡയറക്റ്റ് എക്സ്പെൻസ് മൊത്തമാണ് തന്നുള്ളത്. നമ്മളിത് എങ്ങനെ ചെയ്യുന്നു നോക്കാം. നമ്മുടെ ആ ഡീറ്റെയിൽസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ ആദ്യം എഴുതുക. ഗ്രോസ് പ്രോഫിറ്റ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ ആദ്യം നെറ്റ് സെയിൽസ് എത്ര നോക്കുക. നെറ്റ് സെയിൽസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺസ് ആണ്. ഈക്വൽ ടു 78,000. സെയിൽസ് എത്രയാണ്? 78,000. സെയിൽസ് റിട്ടേൺ 2,400. 78,000 മൈനസ് 2,400 75,600. ദെൻ നെറ്റ് പർച്ചേസസ് എത്രയാണ്? നെറ്റ് പർച്ചേസസ് കാണണം. നെറ്റ് പർച്ചേസസ് ഈക്വൽ ടു പർച്ചേസസ് മൈനസ് പർച്ചേസ് റിട്ടേൺസ് ആണ്. പർച്ചേസസ് ഈക്വൽ ടു 40,000 മൈനസ് പർച്ചേസ് റിട്ടേൺസ് എന്ന് പറയുന്നത് 1,500 ആണ്. ഈക്വൽ ടു 38,500. ദെൻ നമ്മൾ കാണേണ്ടത് എന്താ? നമുക്ക് വേണ്ടത് നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലേ. എങ്ങനെ എഴുതാം? ഈക്വൽ ടു 16,000 ഓപ്പണിംഗ് സ്റ്റോക്ക് 16,000 പ്ലസ് നെറ്റ് പർച്ചേസസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 38,500 പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് ഇവിടെ തന്നിട്ടുണ്ട് 3,000 മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് 13,000 ഈക്വൽ ടു 44,500 ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ദെൻ ഗ്രോസ് പ്രോഫിറ്റ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നെറ്റ് സെയിൽസ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു 75,600 മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 44,500 ഈക്വൽ ടു 31,100 ആണ് ഗ്രോസ് പ്രോഫിറ്റ്. സോ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ബേസിക് ഓപ്പറേഷണൽ ആക്ടിവിറ്റീസിൻ്റെ റിസൾട്ട് എയ്തർ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. അടിസ്ഥാനമായ ബിസിനസ് പ്രവർത്തനങ്ങളുടെ ഫലം എന്ന് പറയുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ്. ദെൻ നമുക്ക് അടുത്ത കോൺസെപ്റ്റ് നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ റിസൾട്ട് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് ആണ്. അതിൻ്റെ മുമ്പ് ബിസിനസ് സ്ഥാപനങ്ങളുടെ ഫൈനാൻഷ്യൽ അനാലിസിസ് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വിശകലനം നടത്തുമ്പോൾ ബിസിനസ് സ്ഥാപനങ്ങൾ ബിസിനസ് മാനേജേഴ്സ് എടുക്കുന്ന മറ്റൊരു പ്രോഫിറ്റ് ടേമാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അഥവാ EBIT, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയും. Operating profit is the profit earned through normal operating activities of the business. നമ്മൾ ബേസിക് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലേ. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓർ മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ. അപ്പോൾ അത് കൂടാതെ മറ്റു ചില എക്സ്പെൻസുകൾ കൂടി ബിസിനസ് ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട് വരാറുണ്ട്. അതുകൂടി പരിഗണിച്ചിട്ട് നമ്മൾ പ്രോഫിറ്റ് എടുക്കുകയാണെങ്കിൽ അതിനെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയാം. നോർമൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ബിസിനസ് പ്രവർത്തിക്കുമ്പോൾ ബേസിക് എക്സ്പെൻസസ് കൂടാതെ മറ്റു ചില എക്സ്പെൻസുകൾ കൂടി വരും. അതെങ്ങനെ ഒരു ഇക്വേഷനിലൂടെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കണം. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിഡക്റ്റിംഗ് ദ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഫ്രം ദ ഗ്രോസ് പ്രോഫിറ്റ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ കൂടി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ EBIT എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഇൻക്ലൂഡ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ആൻഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഓഫീസ് എക്സ്പെൻസുകൾ കൂടി വരും. ബൈയിങ്ങുമായി ബന്ധപ്പെട്ട എക്സ്പെൻസസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുകൂടാതെ ചില ഇൻഡയറക്റ്റ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ വരും. അതെന്തൊക്കെയാണ്? നമുക്കറിയാം. സാലറി ടു എംപ്ലോയീസ്, സെയിൽസ്മാനുള്ള കമ്മീഷൻ, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസുകൾ, ഇലക്ട്രിസിറ്റി ചാർജസ്, ഓഫീസിനുള്ള ഇലക്ട്രിസിറ്റി ചാർജ്, അതുപോലെയുള്ള ഒരുപാട് എക്സ്പെൻസുകൾ.
അത്തരം ഓപ്പറേറ്റീവ് എക്സ്പെൻസുകൾ എന്ന് പറയുന്നത് നമ്മൾ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ആൻഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് എന്ന് പറയും. അതുകൂടി ഉൾപ്പെട്ടതാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആർ ആൾസോ കോൾഡ് EBIT, earning before interest and tax. Operating profit equal to gross profit minus operating expenses. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂടി മൈനസ് ചെയ്തതാണ്. ദാറ്റ് ഈസ് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് പ്ലസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്. നമുക്ക് എക്സാമ്പിളിലൂടെ അത് മനസ്സിലാക്കാം. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഫ്രം ദ ഫോളോയിങ്. ഓപ്പണിംഗ് സ്റ്റോക്ക് പർച്ചേസസ്, നെറ്റ് പർച്ചേസസും നെറ്റ് സെയിൽസും ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസസ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്. ഈ രണ്ട് എക്സ്പെൻസുകൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളാണ്. ഡയറക്റ്റ് എക്സ്പെൻസിനെ കൂടാതെ ബിസിനസ് റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മറ്റ് ചെലവുകൾ. ഓക്കെ, ദെൻ ലോസ് ഡ്യൂ ടു ഫയർ. ലോസ് ഡ്യൂ ടു ഫയർ എന്ന് പറഞ്ഞാൽ തീപിടുത്തം കാരണം ഉണ്ടായ നഷ്ടം. സ്ഥാപനത്തിന് ആ വർഷം 24,000 രൂപ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ല, ഇത് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. ബിസിനസ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നോർമലായി വരുന്ന എക്സ്പെൻസ് അല്ല. ഇതൊരു അബ്നോർമൽ എക്സ്പെൻസ് ആണ്, അല്ലെങ്കിൽ അബ്നോർമൽ ലോസ് ആണ്. നമ്മളത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേഷനിൽ എടുക്കാൻ പാടില്ല. ഈ ക്വസ്റ്റ്യനിൽ അതൊന്ന് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി നമുക്ക് തന്നതാണ്. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെ ചെയ്യാം? നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം ഗ്രോസ് പ്രോഫിറ്റ് കാണണം. ഗ്രോസ് പ്രോഫിറ്റ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈക്വൽ ടു 24,000. എന്താ 24,000? ഓപ്പണിംഗ് സ്റ്റോക്ക്. നെറ്റ് പർച്ചേസസ് 4,80,000 ഡയറക്റ്റ് തന്നിട്ടുണ്ട്. പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് 52,000 മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് 48,000 ഈക്വൽ ടു 5,08,000 ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സോ ഗ്രോസ് പ്രോഫിറ്റ് ഈക്വൽ ടു 7,50,000 മൈനസ് 5,80,000. നെറ്റ് സെയിൽസ് എത്രയാണ്? 7,50,000. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 5,08,000 ഈക്വൽ ടു 2,42,000. അപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനെ മൈനസ് ചെയ്യണം. ഡയറക്റ്റ് എക്സ്പെൻസ് കൂടാതെ ബിസിനസ് റൺ ചെയ്യാൻ ആവശ്യമായ, ഓഫീസ് പ്രവർത്തിക്കാൻ ആവശ്യമായ മറ്റു എക്സ്പെൻസുകൾ കൂടി മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഈക്വൽ ടു അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് പ്ലസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 39,000 രൂപ പ്ലസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് 47,000 രൂപ ഈക്വൽ ടു 86,000 ആണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ദെൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് 2,42,000 മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് 86,000 രൂപ. ദാറ്റ് ഈസ് 1,56,000 രൂപയാണ് EBIT അഥവാ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക് ഓപ്പറേഷണൽ ആക്ടിവിറ്റീസിൻ്റെ റിസൾട്ട്. ഒന്നുകിൽ ഗ്രോസ് പ്രോഫിറ്റ് ആവാം, അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആവാം. അതിനുശേഷം നമ്മൾ മറ്റു എക്സ്പെൻസുകൾ, ബിസിനസ് റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ അടുത്ത കോൺസെപ്റ്റാണ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിഡക്റ്റിംഗ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഫ്രം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ആഡിങ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറച്ചപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടി. ആ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ചില നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ഉണ്ടാവും, അത് ആ പ്രോഫിറ്റിൻ്റെ കൂടെ കൂട്ടുക. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ കൂടെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആഡ് ചെയ്യുക, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ലെസ് ചെയ്യുക. ദാറ്റ് ഈസ് വൈൽ കാൽക്കുലേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് ബോത്ത് ഓപ്പറേറ്റിംഗ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആൻഡ് ഇൻകംസ് ആർ ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. അപ്പം നെറ്റ് പ്രോഫിറ്റ്, അതായത് അറ്റ ലാഭം എന്നാണ് മലയാളത്തിൽ പറയുക. എല്ലാത്തരം എക്സ്പെൻസുകളും കഴിച്ച് എല്ലാത്തരം ഇൻകംസും കണക്കിലെടുത്ത് എത്ര പ്രോഫിറ്റ് ഉണ്ട്, അതാണ് നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്
ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ കൂടെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ആഡ് ചെയ്യുക, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ലെസ് ചെയ്യുക. അതുകൂടി പരിഗണിച്ചാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ്. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എങ്ങനെയാണ് ഇക്വേഷൻ നമ്മൾ പറയുന്നത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ്. എക്സാമ്പിൾസ് ഓഫ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് നോക്കുക. ഇൻട്രസ്റ്റ് പെയ്ഡ്, അതുപോലെ ടാക്സ് പെയ്ഡ്, ലോസ് ഡ്യൂ ടു ഫയർ, തെഫ്റ്റ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എറ്റ്സെട്ര. ബിസിനസ്സിൻ്റെ നോർമൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എക്സ്പെൻസുകളല്ല അത്. ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ലോൺ എടുത്തുകൊണ്ടുള്ള ഇൻട്രസ്റ്റ് ആണ്, അത് ബിസിനസ്സിൻ്റെ നോർമൽ ഓപ്പറേഷനുള്ള എക്സ്പെൻസ് അല്ല. അതുപോലെ ലോസ് ഡ്യൂ ടു ഫയർ, സ്ഥാപനത്തിലൊരു തീപിടുത്തം ഉണ്ടായപ്പോൾ കുറേ നഷ്ടം വന്നു, അത് ബിസിനസ്സിൻ്റെ നോർമൽ ഓപ്പറേഷനിൽ വന്ന ലോസ് അല്ല, അത് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ് അല്ലെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് ലോസ് ആണ്. ടാക്സ് പെയ്ഡ്, അതുപോലെ തെഫ്റ്റ്, ലോസ് ഡ്യൂ ടു തെഫ്റ്റ്, മോഷണം വഴി നഷ്ടം, സ്ഥാപനത്തിൽ മോഷണം നടന്നു. അതുപോലെ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, നമ്മുടെ കയ്യിലുള്ള ഒരു ഫിക്സഡ് അസറ്റ് 10,000 രൂപ ബുക്ക് വാല്യൂ ഉണ്ട്, അത് 8,000 രൂപക്ക് വിറ്റു, 2,000 രൂപ നഷ്ടമാണ്, അത് ബിസിനസ്സിൻ്റെ നോർമൽ ആക്ടിവിറ്റീസിലുണ്ടായ നഷ്ടമല്ല. അപ്പോൾ ആ നഷ്ടങ്ങൾ കൂടി പരിഗണിച്ചിട്ടുള്ള റിസൾട്ട് ആവണം നെറ്റ് പ്രോഫിറ്റ്. അതുപോലെ എക്സാമ്പിൾസ് ഓഫ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകത്തിനുള്ള എക്സാമ്പിൾസ് ആണ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. നമ്മുടെ കയ്യിലുള്ള 10,000 രൂപ വിലയുള്ളൊരു അസറ്റ്, ഒരു ഫർണിച്ചർ 12,000 രൂപക്ക് വിറ്റ്, നമ്മൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ വിറ്റു, 2,000 രൂപ പ്രോഫിറ്റാണ്, അത് ബിസിനസ്സിൻ്റെ പ്രവർത്തനം വഴി ഉണ്ടായ പ്രോഫിറ്റാണോ? അല്ല, ഇറ്റ് ഈസ് എ നോൺ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അതുപോലെ കമ്മീഷൻ റിസീവ്ഡ്, റെൻറ്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് എറ്റ്സെട്ര. ഇങ്ങനെയുള്ള ഇൻകംസ് എല്ലാം നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ആണ്. ദെൻ നെറ്റ് പ്രോഫിറ്റിൻ്റെ ആ ഒരു ഇക്വേഷനെ നമ്മൾ വേറെ ഒരു രീതിയിൽ പ്രസൻറ്റ് ചെയ്യാണ്. ഗ്രോസ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഗ്രോസ് പ്രോഫിറ്റിൻ്റെ കൂടെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആഡ് ചെയ്യുക, അതിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും മൈനസ് ചെയ്യുക. എക്സാമ്പിൾ നോക്കുക. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് നെറ്റ് പ്രോഫിറ്റ്. സെയിൽസ് റിട്ടേൺസ്, ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, വേജസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, സാലറീസ്, ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി, ഗെയിൻ ഓൺ സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ, ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ലോൺ. നമുക്ക് ഈ ഐറ്റംസിനെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോൺസെപ്റ്റ് പഠിക്കേണ്ടത്, അല്ലേ? സെയിൽസ് റിട്ടേൺസ് ട്രേഡിംഗ് അക്കൗണ്ട് ഐറ്റമാണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ട്, പർച്ചേസസ് ട്രേഡിംഗ് അക്കൗണ്ട്, വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ്, ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്, വേജസും ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. ദെൻ സാലറീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അത് തന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്, ബിസിനസ് പ്രവർത്തിക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ള എക്സ്പെൻസാണ്. ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി എന്ന് പറഞ്ഞാലോ ബിസിനസ്സിൻ്റെ നോർമൽ ഓപ്പറേഷൻ വഴി അല്ലാത്ത ലോസാണ്, അത് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ് അല്ലെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് ലോസ് ആണ്. ദെൻ ഗെയിൻ ഓൺ സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ, പഴയ ഫർണിച്ചർ വിറ്റ് കിട്ടിയപ്പോൾ ഉണ്ടായ നേട്ടം, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണ്. ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ലോൺ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞുള്ളത് നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ഗ്രോസ് പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് എന്ന ആ ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഒറ്റയടിക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാണ്. ഗ്രോസ് പ്രോഫിറ്റ് നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈക്വൽ ടു 3,22,000 മൈനസ്, നമ്മൾ ഇനിയും വ്യത്യസ്ത സ്റ്റെപ്പുകളല്ല ഒന്നിച്ച് ചെയ്തതാണ്. 3,22,000 ഏതാണ്? നെറ്റ് സെയിൽസ്. എങ്ങനെ 3,22,000? 3,40,000 മൈനസ് 18,000, അതാണ് 3,22,000 മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ്, അല്ലേ? ഓപ്പണിംഗ് സ്റ്റോക്ക് 52,000, പർച്ചേസസ് 95,000, ഇവിടെ പർച്ചേസ് റിട്ടേൺസ് ഇല്ല. ദെൻ 14,000 ഡയറക്റ്റ് എക്സ്പെൻസ്, ഇവിടെ വേജസ് ആണ് ഡയറക്റ്റ് എക്സ്പെൻസ് കാറ്റഗറിയിൽ വരുന്നത്, മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് 19,000 ഈക്വൽ ടു 1,80,000 ആണ് ഗ്രോസ് പ്രോഫിറ്റ്. ദെൻ നമ്മൾ അടുത്ത സ്റ്റേജിൽ എന്ത് കാണുന്നു? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, അതായത് 1,80,000 ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് സാലറീസ് മാത്രമാണ് ഇവിടുത്തെ ഒരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസായി തന്നിട്ടുള്ളത്, അത് മൈനസ് ചെയ്യുമ്പോൾ 1,66,000. ദെൻ നെറ്റ് പ്രോഫിറ്റ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ കൂടെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആഡ് ചെയ്യുക, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് ചെയ്യുക, ഈക്വൽ ടു
1,66,000 മൈനസ് 5,000 പ്ലസ് 1,500. 1,66,000 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അതിൽ നിന്ന് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്യണം. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ഐറ്റം ഉണ്ട്. ഒന്ന് ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി ആണ് 2,000 രൂപ. രണ്ടാമത്തത് ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ലോൺ. ഇൻട്രസ്റ്റ് പെയ്ഡ് എക്സ്പെൻസ് ആണ്. ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസ് ആണ്. അത് രണ്ടും നോൺ ഓപ്പറേറ്റിംഗ് കാറ്റഗറിയാണ്. ബിസിനസ്സിൻ്റെ നോർമൽ പ്രവർത്തനം വഴിയല്ല. അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 5,000 കിട്ടും. ദെൻ പ്ലസ് 1,500 അഥവാ ഗെയിൻ ഓൺ സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ. പഴയ ഫർണിച്ചർ വിറ്റ് കിട്ടിയപ്പോൾ ഉണ്ടായ നേട്ടം അതുകൂടി ആഡ് ചെയ്തു. സോ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത്, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,62,500 ആണ്. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 3 ടൈപ്പ് പ്രോഫിറ്റുകളെ കുറിച്ചാണ് പറഞ്ഞത്. നമുക്കിത് പഠിച്ചിരിക്കേണ്ട, ഈ കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാരണം, ഒരു ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് തുടർന്ന് ഒരുപാട് ഫിനാൻഷ്യൽ അനാലിസിസുകൾ ബിസിനസ് മാനേജേഴ്സ് അല്ലെങ്കിൽ ഫിനാൻസ് മാനേജേഴ്സ് നടത്തേണ്ടി വരും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ റേഷ്യോ അനാലിസിസ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ പ്രോഫിറ്റിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണ വേണം. ഗ്രോസ് പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, താങ്ക് യു.